ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പരീക്ഷ രാവിലെ കഴിഞ്ഞു അല്ലേ? 10:30 AM മുതൽ 12:20 PM വരെയായിരുന്നു ഇന്നത്തെ പരീക്ഷ. 6/4/2026. ഇന്ന് 10:30 AM മുതൽ 12:20 PM വരെയായിരുന്നു പരീക്ഷ. പരീക്ഷ കഴിഞ്ഞ് ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ ഫോണിൽ വിളിക്കുകയുണ്ടായി. സാറേ, പരീക്ഷയെ സംബന്ധിച്ച് ഒരു വിശദമായിട്ടുള്ള ഒരു അവലോകനം ഇന്നൊരു വീഡിയോ ചെയ്യാമോ എന്ന് ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ തയ്യാറായത്. അപ്പോൾ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പരീക്ഷയെ സംബന്ധിച്ച് പുതിയ സിലബസിൽ ഒത്തിരിയേറെ മാറ്റങ്ങളോടുകൂടിയാണ് പുതിയ സിലബസ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് സോഷ്യോളജിക്ക് 33 മാർക്കും, മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് അതിന് 33 മാർക്കും, ലേബർ ലോയുടെ ഭാഗത്തു നിന്ന് 34 മാർക്കും അടങ്ങുന്നതായിരുന്നു സിലബസ്. ഇന്നത്തെ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ലേബർ ലോയുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നന്നേ കുഴച്ചു എന്നുള്ളതാണ് പല ഉദ്യോഗാർത്ഥികളും അഭിപ്രായം രേഖപ്പെടുത്തിയത്. എന്നാൽ സോഷ്യോളജിയുടെ ഭാഗത്തെ ചോദ്യങ്ങൾ അത്രയധികം പ്രശ്നം ഇല്ല എങ്കിൽ പോലും മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്കിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ അധികം ഒരു മീഡിയം ലെവലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്നാൽ ലേബർ ലോ നല്ല കട്ടിയുള്ള ചോദ്യങ്ങളായിരുന്നു എന്നും പൊതുവെ എക്സാമിനെ സംബന്ധിച്ച് ഒരു അവലോകനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ലെവലുള്ള എക്സാം ആയിരുന്നു എന്നാണ് കുട്ടികളെല്ലാം തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയത്. അതായത് ഒത്തിരി പ്രയാസമായിരുന്നു എങ്കിൽ പോലും, അത്രയധികം പ്രയാസമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും ഉദ്യോഗാർത്ഥികൾക്ക് കുറേയധികം വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള പരീക്ഷയായിട്ടാണ് പല ഉദ്യോഗാർത്ഥികളും അഭിപ്രായം രേഖപ്പെടുത്തിയത്. 7000-ന് മുകളിൽ അപേക്ഷകർ ഉണ്ടായിരുന്നു എങ്കിൽ പോലും കൺഫർമേഷൻ കൊടുത്തത് 5458 പേര് മാത്രമാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. ഇതിൽ തന്നെ 60-65% ഉദ്യോഗാർത്ഥികൾ മാത്രമാണ് പരീക്ഷ എഴുതാൻ എത്തിയിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ ലഭ്യമാകുന്നേ ഉള്ളൂ. എങ്കിൽ പോലും ഏകദേശം 65% ഉദ്യോഗാർത്ഥികളാണ് പരീക്ഷ എഴുതാൻ എത്തിയെന്നുള്ളതാണ് കണക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ പൊതുവെ പ്രയാസമായിരുന്നുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് പല ഉദ്യോഗാർത്ഥികൾക്കും വളരെയധികം ഒരു എത്രയാവും കട്ട് ഓഫ് മാർക്ക് വരുന്നത് എന്നതിനെക്കുറിച്ച് ഒരു വിശദമായിട്ടുള്ള ഒരു നിശ്ചയത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമോ എന്ന് പല ഉദ്യോഗാർത്ഥികളും അഭിപ്രായം ആരാഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് ഒരു വിശദമായ ഒരു അവലോകനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പല മാനദണ്ഡങ്ങളും നമുക്ക് അതിൻ്റെ അകത്ത് അടിസ്ഥാനമാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ 2 വേക്കൻസിയാണ് നിലവിൽ നോട്ടിഫിക്കേഷൻ സമയത്ത് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുള്ളത്. ഇനിയും വേക്കൻസികളൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പരമാവധി 3 വർഷം ആയതുകൊണ്ട് തന്നെ മുമ്പോട്ട് വരുന്ന വേക്കൻസികളൊക്കെ തന്നെ ഇതിൽ നിന്ന് ആഡ് ചെയ്യാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2 വേക്കൻസിയും പഴയ നിയമനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ സാധ്യത. അതനുസരിച്ച് ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്താനുള്ള സാധ്യത നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ചെറിയ ഒരു ലിസ്റ്റ് ആയിരിക്കുമെങ്കിൽ പോലും അധികം ഉദ്യോഗാർത്ഥികളെ കുറയ്ക്കാൻ സാധ്യത ഉണ്ടാവില്ല എന്നുള്ള ഒരു മാനദണ്ഡത്തിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് നേരത്തെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ള 38.67 പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് എങ്കിൽ പോലും ഇപ്പോൾ നിലവിൽ ഏകദേശം ഒരു 45-നും 50-നും ഇടയ്ക്കൊക്കെ കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യത ഏറെയാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. പരീക്ഷ പൊതുവെ പ്രയാസമായതുകൊണ്ടാണ് അത്രയധികം കട്ട് ഓഫ് മാർക്ക് ഞാൻ പറയാൻ കാരണം. പൊതുവെ ലിസ്റ്റ് ചുരുക്കാനുള്ള സാധ്യതയും ഏറെയാണ്. അപ്പോൾ പരമാവധി ഉദ്യോഗാർത്ഥികളെ വേക്കൻസി കുറവായതുകൊണ്ട് തന്നെ ലിസ്റ്റ് ഒത്തിരി വിപുലമായിട്ട് തന്നെ ലിസ്റ്റ് ഇടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കട്ട് ഓഫ് മാർക്കിൽ നല്ല വേരിയേഷൻ ഉണ്ടാവും. കട്ട് ഓഫ് മാർക്ക് കുറേ ഒരു 45-നും 50-നും ഇടയ്ക്കിൽ വരാനുള്ള സാധ്യതയാണ് ഏറെ ഉള്ളത്. ഇനി അങ്ങോട്ടുള്ള ലിസ്റ്റിന്റെ വിപുലീകരണവും മാറ്റങ്ങളൊക്കെ അനുസരിച്ച് കട്ട് ഓഫ് മാർക്കിലൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. ഇവിടെ 50,200 മുതൽ 1,5,300 ഇതിന്റെ ശമ്പള സ്കെയിൽ പറയുന്നത്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ല ശമ്പള സ്കെയിലുള്ള ഒരു തസ്തികയാണ് ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത്. ഇതിന്റെ പരീക്ഷയെ സംബന്ധിച്ച് എല്ലാ ഉദ്യോഗാർത്ഥികളും വളരെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ട് തന്നെയുള്ള പ്രയാസമുള്ള ചോദ്യങ്ങളായിരുന്നു ഉദ്യോഗാർത്ഥികൾക്ക് എന്ന് പല ഉദ്യോഗാർത്ഥികളും എന്നോട് അഭിപ്രായം രേഖപ്പെടുത്തി. നമ്മൾ എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ക്ലാസ് നമ്മൾ ചെയ്തത്. ഈ ക്ലാസ്സിനകത്ത് എല്ലാ കാര്യങ്ങളും ഞാൻ നിലവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും അതിൻ്റെ ലിസ്റ്റിനെ ആനുപാതികമായിട്ട് ഓരോ ലിസ്റ്റ് എത്രയാണ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് അതിന് ആനുപാതികമായിട്ട് എല്ലാ കാര്യങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം.